കറക്റ്റ് തലേന്ന് വിളിച്ചു പറഞ്ഞു എനിക്ക് നാളെ ഷൂട്ടിന് വരണോ, എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആണ്, എന്റെ പ്രഗ്നൻസി കിറ്റ് ടെസ്റ്റ് ചെയ്ത് കിറ്റുമായിട്ട് ഞാൻ പോയത്. അല്ലെങ്കിൽ വര ഇടേണ്ടി വന്നേ. വില്ലനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഒരു പബ്ജി കളിച്ചാ. അത് സീരീസ് കണ്ടിട്ട് കണ്ടിട്ട് ഹസ്ബൻഡ് കുറച്ച് സീനായിരുന്നു, പക്ഷെ പോയി. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഫുഡ് വേണം. ഒരു 2 മണിക്കൂർ കൂടുമ്പോ ഇവർ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കൊടുത്തരും. എന്നിട്ട് അവിടെ വഴിയിൽ തന്നെ തിന്നലും. പ്രായമുണ്ട്, പക്ഷെ ഓക്കെ അതിന്റെ ആവശ്യമൊന്നും വന്നില്ല. ഇവര് 10 മണി എന്ന് പറഞ്ഞാൽ 1 മണിക്ക് തുടങ്ങും. അപ്പൊ ഉച്ചത്തെ ഫുഡ് മാത്രം കഴിച്ചാൽ അങ്ങനെ കളിച്ച് കളിച്ച് പതിയെ വേറെ എന്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങി. കഞ്ചാവ് അടിക്കാത്ത, നല്ല കുടിക്കാത്ത, വലിക്കാത്ത ഒരു നല്ല കിട്ടിയാണെങ്കിൽ ഞാൻ എനിക്കിപ്പോ ഇതൊന്നും എടുക്കണം. പൈസ അല്ലേ? പ്രണയമാണോ അതോ ലെഫ്റ്റ് ആണോ? കുട്ടി എന്താണ് സ്റ്റോറി വായിക്കാതെയാണോ ആക്ട് ചെയ്യുന്നത്? ഹലോ ഗൈസ്, വെൽക്കം ടു ഹലോ ടോക്സ്. അപ്പോൾ നമ്മളിവിടെ ഇന്നുള്ളത് ഐ എം പ്രഗ്നന്റ് എന്ന സീരീസിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. നിയാസ്, ജോസ്മി, ആഷിൻ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ജേർണി? നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എങ്ങനെയായിരുന്നു? ഇതിലോട്ട് എങ്ങനെയാണ് നിങ്ങൾ വന്നത്? ആക്ച്വലി നമ്മൾ ഈ ഒരു കഥ ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യം ഈ കഥ ജസ്റ്റ് മനസ്സിൽ ചിന്തിച്ചപ്പോൾ ഒരു ഗേളിന്റെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു സംഭവം അതാണ് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ ഒരു 2-3 ലൈൻസ് എഴുതി, 2-3 പാരഗ്രാഫ് എഴുതിയിട്ട് ഞാൻ നമ്മുടെ ഇർഷക്ക് അയച്ചു കൊടുത്തപ്പോൾ തന്നെ അവന് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അപ്പോൾ ബാക്കി എഴുതാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് സ്റ്റാർട്ടിങ് നമ്മൾ എത്തിയത്. ആക്ട്രസിലോട്ടോ? ആക്ച്വലി നമ്മള് ഒരു കോണ്ടന്റ് ചെയ്യാൻ വേണ്ടിട്ട് കാസ്റ്റിംഗ് കോൾ ഇട്ടുണ്ടായിരുന്നു. അപ്പോ നീയാണല്ലോ അന്ന് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അന്ന് എനിക്ക് തോന്നുന്നു ഒരു 2-3 ആൾക്കാരുടെ പ്രൊഫൈൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ജോസ്മിയുടെ നമുക്ക് അയച്ചു തന്നിട്ടില്ല. എന്നിട്ട് നമ്മളന്ന് സെലക്ട് ചെയ്ത് അതിന്റെ ലാസ്റ്റ് ആണ് നീ പറയുന്നത് എന്റെ ചേച്ചി ഉണ്ടല്ലോ എന്ന്. അപ്പോഴാണ് നമുക്ക് പുള്ളിക്കാരുടെ അടുത്തേക്ക് എത്തിയത്. നമ്മള് ഫസ്റ്റ് ഒരു കോണ്ടന്റ് ചെയ്തു, 2-3 കോണ്ടന്റ് ചെയ്തു ഒരു ദിവസം. അങ്ങനെ അത് നമുക്ക് ഓക്കെ ആയിരുന്നു പുള്ളിക്കാരി. പിന്നെയാണ് നമ്മളിങ്ങനെ ഒരു സബ്ജക്ട് പറഞ്ഞു കൊടുത്ത് പിന്നീട് ആളെ നമ്മളതിലേക്ക് എൻ്റർ ആക്കിയത്. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കൂടെയുള്ള ഗ്രോത്ത്? അടിപൊളിയായിരുന്നു. നല്ല ഞാൻ ഈ പ്രഗ്നന്റ് ഇതിന്റെ സീരീസിൽ ഫസ്റ്റ് എടുക്കുന്നതിന്റെ തലേന്നാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. അത് വേറെ സംഭവമായിരുന്നു. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. ഞങ്ങള് രാത്രി ഇങ്ങനെ നെക്സ്റ്റ് ഡേ ഷൂട്ട് ആണല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങള് ഈ കഥ എഴുതുന്നതിന് മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നു? അല്ലല്ല, ആക്ച്വലി ഞങ്ങൾ കഥ എഴുതുമ്പോ ഞങ്ങക്ക് ഒരു റിയൽ ആയിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടി. അപ്പൊ നമ്മളിത് തലൂസ് ഇരുന്നിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ നാളെ എന്തൊക്കെ ചെയ്യണം നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനിടെ ഒരു കോള് വരിക. ഞാൻ കോള് വന്നിട്ട് ഐ എം പ്രഗ്നന്റ്. ശരിക്കും നമ്മുടെ സ്റ്റോറിയിൽ നടക്കുന്ന അതേ സെറ്റപ്പിന് നമുക്ക് ഐ എം പ്രഗ്നന്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കളി പോയി. ഞാനൊരു വർഷം ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ഒരു ഷൂട്ടിന് ഉണ്ടാവില്ലേ? അല്ലല്ല, ഷൂട്ടിന് ഇല്ലാന്നല്ല, നാളെ ഒരു ഷൂട്ടിന് വരാൻ ഒപ്പം ഞാൻ പ്രഗ്നന്റ് ആണ്, നിങ്ങളുടെ റിയൽ ക്യാരക്ടർ ഞാൻ ആയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ പ്രഗ്നൻസി ടെസ്റ്ററിന്റെ ഒക്കെ ഒരു ഷോട്ട് ഉണ്ട്, അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ പറയാം. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഷൂട്ടും കാര്യങ്ങളും? എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? എനിക്ക് തോന്നുന്നൊരു അല്ല, നമുക്ക് ലെങ്ത് 3 മാസത്തിലാണ്. കാരണം നമുക്ക് ഓരോരുത്തരെ ഗ്യാപ്പ് നോക്കി ഒരു 6 ഡേ ഷൂട്ട് ഉണ്ടായിരുന്നു. എന്തായാലും 6 ഡേ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ടൈറ്റിൽ നിങ്ങൾ എങ്ങനെയാ ടൈറ്റിൽ ആരട്ടെ? ടൈറ്റിൽ ആക്ച്വലി ടൈറ്റിൽ ഇടാൻ കാരണം എന്താ വെച്ചാൽ ഇതിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞിപ്പോ സ്റ്റോറി അറിയുമെന്നറിയില്ല. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചപ്പോ വിളിച്ച പാടായി ഇപ്പം ഐ എം പ്രഗ്നന്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണോ അതോ? അല്ല, അത് ആക്ച്വലി ആ ഒരു ഡയലോഗ് സെയിം നമ്മുടെ കഥയിലും ഉണ്ട്. അത് ഓൾറെഡി എഴുതി വെച്ച സംഭവം. അപ്പൊ അത് അതുപോലെ വന്നപ്പോ ഐ എം പ്രഗ്നന്റ് കൊള്ളാം, നല്ലൊരു ടൈറ്റിലാണ്. അപ്പൊ അത് അങ്ങനെ ഇട്ടു. അപ്പൊ ഇതിലെ കോസ്റ്റ്യൂംസ് നിങ്ങളുടെ ഈ ക്യാരക്ടറൊക്കെ അപ്പൊ എങ്ങനെയായിരുന്നു? ഇതേപോലെയായിരുന്നു അതോ? സ്വന്തം എല്ലാം സ്വന്തം. നിങ്ങൾ അപ്പൊ ഇതിനു വേണ്ടിട്ട് അതിൽ ചേഞ്ച് ആക്കിയോ അതോ? ഞാൻ ചേഞ്ച് ആക്കി. ഒറിജിനൽ. അപ്പൊ അന്ന് എത്ര മാസം ഉണ്ടായിരുന്നു? അന്ന് അറിയത്തില്ലായിരുന്നു. 2ാമത്തെ മാസം ആയപ്പോഴാണ് അറിഞ്ഞത്. കറക്റ്റ് തലേന്നിട്ട് വിളിച്ചു പറഞ്ഞു എനിക്ക് നാളെ ഷൂട്ടിന് വരണോ, എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. വരണം, കുഴപ്പമില്ല, ഉറപ്പിച്ചു. എന്റെ പ്രഗ്നൻസി കിറ്റ് ടെസ്റ്റ് ചെയ്ത് കിറ്റുമായിട്ടാണ് ഞങ്ങൾ പോയത്. അതെ, അത് ഞങ്ങൾ അല്ലെങ്കിൽ വര ഇടേണ്ടി വന്നത്. വില്ലനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അതെ വില്ലനെ കുറിച്ച് പറയാം. പറഞ്ഞില്ലേ? വില്ലൻ ബെസ്റ്റ് കഥാപാത്രമാണോ? ഒരു ബെസ്റ്റ് കഥാപാത്രം എന്ന് പറയാം. കൊള്ളാം. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വില്ലനാണല്ലോ. ഹാപ്പി എൻഡിങ് ആണോ അതോ സാഡ് ആണോ? ഹാപ്പി എൻഡിങ് ആണ്.
അത് സീരീസ് കണ്ടിട്ട് അതെ തീരുമാനിച്ചു. അത് ശരിയാണല്ലോ ശരി. സീരീസ് കണ്ടിട്ട് ആക്കിയത്. അല്ല അപ്പൊ ഇതില് അഭിനയിച്ച സമയത്ത് പുള്ളിക്കാരി ഒറിജിനലായിട്ട് പ്രഗ്നന്റ് ആയിരുന്നു. പുള്ളിക്കാരെ കുറിച്ച് കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു പുള്ളിക്കാരന് പറയുകയാണെങ്കിൽ ഒരു ദിവസം നൈറ്റ് ഞങ്ങള് ഷൂട്ട് ചെയ്ത് തീർന്നത് ഒരു 3 മണി ഒക്കെ ആയിട്ടുണ്ടാവില്ലേ? 3 മണി പെട്ടെന്ന് വിചാരിച്ചു. പക്ഷെ 3 മണി 4 മണി ആയപ്പോഴും പുള്ളിക്കാരെ ഹസ്ബൻഡ് കുറച്ച് സീനായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, പോയി ഇവ കൊണ്ടാക്കി കൊടുത്തു. അല്ല പ്രഗ്നൻസി ടൈമില് ആ ഒരു ഇപ്പൊ അടുത്ത സ്ഥലത്തോടുള്ള യാത്രയും ഇവരുടെ കൂടെയുള്ള എന്റർടൈൻമെന്റ്സ് അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഷ്യൂ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഫുഡ് വേണമായിരുന്നു. ഒരു 2 മണിക്കൂർ കൂടുമ്പോ ഇവർ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊടുത്തരും. എന്നിട്ട് അവിടെ ഇരുന്ന് വഴിയിൽ ഇതുവരെ തിന്നലും അതൊരു ബുദ്ധിമുട്ടായിരുന്നു. സ്നേഹം എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടന്മാരുടെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ചേട്ടന് വേളം ഒരേ ആ വൈബിളാണ്. ശരി, പ്രായമുണ്ട് പക്ഷെ വൈബ് ഓക്കെ ആയിരുന്നു. പ്രായം എങ്ങനെ പക്ഷെ ഞാനൊരു ദിവസം പെട്ടുപോയി. വിളിക്കാൻ പോയിപ്പോ ആ കിലോമീറ്റർ 20 കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റുന്നില്ല. ആക്സിലേറ്റർ വിടാൻ pregnant പറ്റുന്നില്ല. ആയ time ല്. പയ്യെ ഓടിച്ചു ഓ അങ്ങനെ കാലിയായ റോഡ് തൃപ്പൂണിത്തുറ റോട്ടിൽ കൂടെ പയ്യെ ഇങ്ങനെ എന്തിനും അങ്ങനെ സംഭവിക്കാം. അത്രയും care ഓടെ. അത്രയും കെയർ ചെയ്തിട്ടാണ് ഞങ്ങള്. പക്ഷെ അന്ന് രാത്രി 3-3:30 വരെ കണ്ട് പകല് 3-3:30 വരെ ഷൂട്ട്. അപ്പൊ രാവിലെ എത്ര മണിക്ക് പകലല്ലേ തുടങ്ങി? പുലർച്ചെ? ആ പുലർച്ചെ 3 മണിവരെയൊക്കെ ഷൂട്ട്. രാവിലെ തുടങ്ങിയിട്ട് രാത്രി തുടങ്ങിയിട്ട് നൈറ്റ് ഷൂട്ട്. ആ പുള്ളിക്കാർക്ക് ഓഫീസ് ഉണ്ടല്ലോ, ആ. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും. ഫുൾ ഷെഡ്യൂളായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് ഡ്യൂട്ടി ഡ്യൂട്ടി അയ്യോ. അതെ, ഓട്ടം, ലൊക്കേഷൻ ടു ലൊക്കേഷൻ ഓട്ടം. അപ്പൊ ഇനി വേറെ ഏതെങ്കിലും സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതോ അതെ, അടുത്തൊരു സീരീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്നാണ്. ഈ സീരീസിൽ അപ്പൊ നിങ്ങൾക്ക് എത്ര കാസ്റ്റ് ഉണ്ട്? മൊത്തം എത്ര ആൾക്കാരുണ്ടായിരുന്നു? അങ്ങനെ വെച്ചാൽ 4 അപ്പൊ അതില് മെയിൻ ക്യാരക്ടർ 4 ആളുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ദൈവന്റെ. ഇവനെ കണ്ട ആ ക്യാരക്ടർ ഇങ്ങനെ നമുക്കിങ്ങനെ ചെമ്പരമ്പ് കയറ്റിരുത്താൻ വന്നു. അവനെ കണ്ടതൊന്നുമില്ല, ചെമ്പരമ്പ് കയറ്റിരുത്താൻ. അതുകൊണ്ട് എനിക്ക് കാസ്റ്റ് ചെയ്യാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ബ്രില്യൻസ്. അപ്പൊ അതിലും ക്യാപ്പ് വെച്ചിട്ടാണ് അതോ? ക്യാപ്പ് ഞാൻ എടുക്കാറുണ്ട്. മുടി കാണിക്കാൻ ഈ ലുക്ക് അല്ല അതില്. പെണ്ണിനെക്കാട്ടി മുടിയുണ്ട്. അത് എന്നെ കട്ടിയാണ്. നിന്റെ മുടി എന്ന് കാണിച്ചേ. ഓ, നിങ്ങൾ എല്ലാരും മുടിയുള്ളവരെ, ഞാൻ മാത്രം മുടിയില്ലാത്ത. മുടി വളർത്തു പോയിട്ട്. അതെ. എനിക്ക് ഇതില് മുടി ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ വെട്ടിയതാ. അപ്പൊ ലൊക്കേഷൻസ് ഒക്കെ എങ്ങനെ? കൊച്ചി തന്നെയായിരുന്നു അതോ? ആ, ലൊക്കേഷൻസ് ഒക്കെ കൊച്ചിയിൽ തന്നെയായിരുന്നു. ഇവിടെ തന്നെ എങ്ങനെയുണ്ടായിരുന്നു? പനമ്പള്ളി. നിങ്ങൾ എങ്ങനെയാ ട്രാവലൊക്കെ? എന്റെ ഒരു കൂട്ടം വരും, അല്ലെങ്കിൽ ഹസ്ബൻഡ് കാരവൻ പരിപാടി പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടോ? ഞങ്ങള് നല്ല ഹൈ പ്രൊഡക്റ്റ്. അതെ. കറക്റ്റ് ടൈമില് ഫുഡ്, പിന്നെ സഞ്ചരിക്കുന്ന നല്ല വാഹനങ്ങൾ, സീറ്റ് 100 മുതൽ എക്സ്പൾസ് വരെ ഫുൾ പൊളി. അല്ല, എന്നിട്ട് അപ്പൊ ഈ രാവിലത്തെ ഫുഡും ഉച്ചക്ക് ഫുഡ്, വൈകുന്നേരം ഫുഡ് എല്ലാം അതിന്റെ ആവശ്യമൊന്നും വന്നില്ല. ഇവര് 10 മണി എന്ന് പറഞ്ഞാൽ 1 മണിക്ക് തുടങ്ങും. അപ്പൊ നമ്മൾ ഉച്ചത്തെ ഫുഡ് മാത്രം കഴിച്ചാൽ മതി. രാവിലത്തെ ഫുഡ് ലാഭമായി. അതാണ്. എന്നിട്ട് രാത്രി കഴിക്കുന്നതിന് മുമ്പ് പറഞ്ഞു. ചോറിട്ട് വരിക, ചായ കുടിക്കുന്നതിന് മുമ്പ് പോയാൽ മതി. അതിന് ഞങ്ങൾക്ക് ഫ്ലാറ്റിൽ ഷൂട്ട് നൈറ്റ് ആയിരുന്നു അല്ലേ? നൈറ്റ് ആണ് ഷൂട്ട് ഉണ്ടായിരുന്നു ഫ്ലാറ്റിൽ. എന്താ നമ്മള് എത്ര ദിവസം എടുത്ത്? അതാ ദിവസം പറഞ്ഞു കഴിഞ്ഞാ ആക്ച്വലി ഒരു 150 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ 150 ദിവസത്തില് ആ 6 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അതാണ് അറിയാം, ഒരു 5-6 ദിവസം ഞാൻ ഫ്ലാറ്റിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ സ്പോട്ടുകളിൽ വൈപ്പിൻ ബീച്ച്, പനമ്പള്ളി, ഫോർട്ട് കൊച്ചി, അങ്ങനെ മൊത്തം ഞങ്ങൾ കറങ്ങിയിട്ടൊരു സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. രാവിലെ അത്യാവശ്യം ദൂരെ ഉണ്ടായിരുന്നു. അതെ. അങ്ങനെ വൈപ്പിൻ ബീച്ചിന്ന് ഫോട്ടോ വെച്ചിലേക്ക് നീ പിന്നെ പറക്കൂടാ. അവിടുന്ന് ഞാൻ കറു ഇതിലൊരു നല്ല ലവ് സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ. ആ, ഇത് അപ്പൊ love എനിക്ക് story. പേഴ്സണലി ഒരു ലവ് സ്റ്റോറി ഭയങ്കര ആ. ഇഷ്ടമാണ്. അപ്പം ഇവരുടെ ലവ് സ്റ്റോറി ചേച്ചിയുടെ love story. ഇവ കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ആരും കേട്ടിട്ടുണ്ടോ? നമ്മള് കേട്ടിട്ടുണ്ട്. കേക്കണേ. എന്താ അതല്ല, എന്താ പിള്ളേച്ച നമ്മള് വെടിവെപ്പിന് തുടങ്ങി. അതെ അതെ. അത് എപ്പോഴായിരുന്നു? ഏത് വർഷമായിരുന്നു? കൊറോണ ടൈമില് ചുമ്മാ ഒരു പബ്ജി കളിച്ചതാ. പബ്ജി കളിച്ച് ഒരു പബ്ജി അല്ല, എന്റെ പബ്ജി അക്കൗണ്ട്. അവന്റെ പബ്ജി അക്കൗണ്ട് അവന്റെ ദേഷ്യത്തിലെങ്ങാണ്ട് തുടങ്ങിയതാ. ഇവന്റെ കൂടെ ഇരുന്ന് കളിച്ച് പിന്നെ ഞാൻ റൂമിൽ പോയി കളിക്കാൻ പക്ഷെ തുടങ്ങി. അന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പേര് അഞ്ചലിനായിരുന്നു. അപ്പൊ എന്റെ പേര് ഏഞ്ചലായിരുന്നു. ഞാനൊരു പെണ്ണാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതെ, അവന്റെ പേര് ഏഞ്ചൽ എന്നായിരുന്നു പബ്ജിയില്. ഞാൻ വിചാരിച്ചു പെണ്ണായിരിക്കും. എന്നാ പിന്നെ കുറച്ച് കൂട്ടുകൂടി സംസാരിച്ച് കളിക്കാന്ന്. ഇവർ മിണ്ടാതിരിക്കായിരുന്നു. ഞാൻ മിണ്ടിപ്പിച്ച് വന്നപ്പോ ആണാണ്. പിന്നെ സീനൊന്നുമില്ല. അനിയന്റെ കൂടെ ഇരുന്ന് കളിക്കുന്നു. അങ്ങനെ കളിച്ച് പതിയെ വേറെ എന്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ അവിടെ ഇരുന്ന് കളിക്കാൻ തുടങ്ങി. അതിന് കാരണം കുറച്ച് ചെലവ് കുറഞ്ഞു കിട്ടിയത്. പിന്നെ ലാസ്റ്റ് വീട്ടിൽ സീനായി. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന കല്യാണത്തിന് ശേഷം.
പബ്ജി കാരണം പബ്ജി കാരണം ഒരു കല്യാണം നടന്നു. ഞാനൊരു ലൈഫിൽ കേട്ടിട്ടില്ല പബ്ജി കാരണം കല്യാണം നടന്നു. കേട്ടിട്ടില്ലാന്ന്. അതിനുശേഷം എന്താ അവന്റെ ഫ്രണ്ട്സ് പബ്ജി കയറ്റി എല്ലാരും അപ്പൊ ഇനി പെണ്ണ് കെട്ടാത്തവർക്കുള്ള പുതിയ പോണതിന്റെ പെണ്ണ് കെട്ടാത്തവർക്കുള്ള പുതിയ സെറ്റപ്പ് പബ്ജി എടുക്കാൻ ഇൻസ്റ്റാൾ ചെയ്യാം. കഞ്ചാവ് അടിക്കാത്ത നല്ല കുടിക്കാത്ത വലിക്കാത്ത ഒരു നല്ല കെട്ടിയിറക്കി. അതിപ്പോ എങ്ങനെ കഞ്ചാവ് അടിക്കില്ല പബ്ജി വഴിയൊക്കെ അറിയാൻ പറ്റുമോ? ഇല്ല ഭാഗ്യം എന്റെ ഭാഗ്യം കാണുന്നില്ലല്ലോ. മോശമാണെന്നാണ് പറഞ്ഞു ഇപ്പൊ ഒന്ന് വീട്ടിൽ പോയി നോക്കിയാ അറിയാം. റൗണ്ടൊക്കെ വിടുക അത്രേ. വീട്ടിലാരില്ലാന്ന്. ഇല്ല നല്ല എന്നെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് ഇടയ്ക്ക് ചേച്ചി എന്നോട് പറയാണ്ട് ചുമരിക്കാനാണ് അത് തോന്നുന്നു. പക്ഷേ എനിക്കറിയത്തില്ല. പേഴ്സണലി ഞാൻ കൂടെ ഒന്നിട്ടില്ല. ഇല്ല എന്റെ മോഡലിംഗിലേക്കാണെങ്കിലും ഇതിന്റെ ഇതിലാണെങ്കിലും എല്ലാത്തിലും കൊണ്ടുവിടലും കൂട്ടലും എന്റെ കൂടെ ഇരിക്കലും എത്ര മണിക്കൂറാണെങ്കിലും അതിരുന്നോളൂ. ഒരു കുഴപ്പമില്ല. നല്ല സ്നേഹമുള്ള ഭാഗ്യം ചെയ്യാം. വേണോ? ഞാൻ ആങ്കറോട് ചോദിച്ചോക്കട്ടെ ആങ്കറോട് വേണ്ട. വേണ്ട ചോദിക്ക്. കാരണം ചേച്ചിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ചേച്ചിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം. ചെറുപ്പം തൊട്ട് നമ്മൾ നല്ല അടിയും പിടിയായിട്ട് നടന്നതാണ്. പക്ഷെ പിന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ അടിയൊന്നും ഇല്ല. ശരിക്കും നമ്മളിപ്പോ എത്രയോ വർഷമായി അടി കൂടിയിട്ട് ഭയങ്കര സ്നേഹം. എന്താ പറയുക, ഇത്ര സ്നേഹം എനിക്ക് പറ്റുന്നില്ല. മേടിക്കാനും എഡിറ്റ് ചെയ്യണ ശ്രദ്ധയ്ക്ക് മറ്റേ ബീച്ചേരണം തമ്മിൽ ഞാൻ അങ്ങനെ അത്ര എന്താ പറയാ അത്ര അത്യാവശ്യം തമ്മിൽ പിണങ്ങിപ്പോവല്ലേ. അളിയാ എനിക്ക് പെണ്ണില്ലടാ. ഇവിടെയില്ല ഇതിലിപ്പോ നായകൻ ഇപ്പൊ ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ നായകനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ, നായകന്റെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? ഓരോരുത്തരായിട്ട് പറയാം. അവിടെ നിന്ന് പറയാം. നായകന്റെ ക്യാരക്ടർ എന്തൊക്കെ പറയാ. അതല്ല ഓൾറെഡി പറഞ്ഞല്ലോ ഇതില് അത്യാവശ്യം നല്ല ക്യാരക്ടർ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഞാൻ പറയാ, ഡയറക്ടർ തന്നെ പറഞ്ഞോളൂ. അതെ, ഞാൻ ആക്ച്വലി നായകനെ കൂട്ടാനായിട്ട് ഇതിൽ അഭിനയിച്ചിട്ട് നായകൻ നമുക്ക് സർപ്രൈസ് ആണോ? ഞങ്ങളിപ്പോ പുറത്തു നായകന്റെ കൂടെയുള്ള അഭിനയം അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല. ഒരു സീൻ ഉണ്ടായിരുന്നു, എനിക്ക് ആ സീൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു 10-20 ആ ഒരു ഇതിന് മാത്രം ഞാൻ ടേക്ക് എടുത്ത് എന്തായിരുന്നു? ഞാൻ വേണേ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇനിയിപ്പോ ഫ്യൂച്ചർ ആയിട്ടുള്ള പ്ലാൻ എന്താ? അപ്പൊ ഇതിൽ തന്നെ സീരീസ് ചെയ്യാന്നാണോ, അതെന്താ മൂവീസ് ആണോ? ഞാൻ എനിക്കിപ്പോ ഇതൊന്ന് എടുക്കണം, പുറത്തേക്ക് വരണം. അതെ, പുറത്തേക്ക് വന്നിട്ടാണ് അടുത്ത ചിന്തയിലേക്ക് പോകാൻ. നിങ്ങളുടെ മെയിൻ ലക്ഷ്യം മൂവി. അതായത് വാഴ 3, എനിക്കൊന്ന് വാഴ 3 ഗേൾസ് വെച്ചിട്ടായിരിക്കും. വാഴ 4ലേക്ക് ശരി, ഞങ്ങളങ്ങനല്ല. നമുക്ക് ഇങ്ങനെ മൂവീസ് ചെയ്യാന്നല്ല, ഇങ്ങനെ ഓരോ സീരീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് പൈസ അല്ലേ, നമുക്ക് പൈസ പ്രൊഡക്ഷൻ. ഇപ്പൊ കൊറേ സീരീസ് നമ്മുടെ ഈ ഒരു ടൈമിൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആ ഒരു സീരീസിൽ നിന്ന് നിങ്ങളുടെ സീരീസിൽ എന്താ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? വെറൈറ്റി ആയിട്ട് എന്താ ഉള്ളത്? അതായത് കഥയോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? വെറൈറ്റി കാസ്റ്റിംഗ്സ്. വെറൈറ്റി കാസ്റ്റിംഗ് എന്താണോ ഞങ്ങളെല്ലാരും ഞാൻ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സ്ക്രിപ്റ്റ് കേട്ടപ്പോ എന്താ തോന്നി? ഞാൻ പറഞ്ഞു കൊടുക്ക്. ഇപ്പത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവം എന്നുവെച്ചാ അതെനിക്ക് കഥ മൊത്തം പറയാൻ പറ്റില്ല. പ്രണയമാണോ അതോ ലെഫ്റ്റ് ആണോ? പ്രണയമുണ്ട്. പ്രണയം മാത്രമേ ഉള്ളൂ? പ്രണയല്ലല്ലോ, പ്രണയാണ്. ഒരു ചതിയും ഇടിക്കും. ഞാനിവിടെ അഭിഹിതം എന്ന് പറഞ്ഞ നേരത്തെ ചിരിച്ചു. ഓർക്ക് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ എന്തോ പറയണമെന്ന് വിചാരിച്ചത്. സോറി, അത് പറയാവുന്നൊരു ചോദിക്കാം. ഒന്നും ചോദിക്കാം. അഭിഹിതം മനസ്സിൽ വന്നില്ല. അവിഹിതാണോ അത്? ഒരു അഭിഹിതം ആണോ? അല്ല, ഒരു പ്രണയത്തിൽ വരുന്ന ഒരു സംഭവം. അത് അവിഹിതം നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടി എന്താണ് സ്റ്റോറി വായിക്കാതെയാണോ ആക്ട് ചെയ്യുന്നത്? അപ്പൊ ഇതിന്റെ ബാക്കിൽ കുറെ ആൾക്കാരൊക്കെ നമുക്ക് ഫോട്ടോ ഇട്ട് കാണാം. അപ്പൊ ക്യാമറമാൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമറ ടീമൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് അഭിനയിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ സ്ക്രിപ്റ്റ് എടുത്ത് എങ്ങനെ ചെയ്താൽ ഓക്കെ ആകും അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. അതിപ്പോ ലൈറ്റിംഗ് ആയാലും പരിപാടികളായാലും നമ്മളെല്ലാം അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുള്ളത്.
അപ്പൊ ഇതും നെക്സ്റ്റ് വരുന്ന ഒരു സീരീസ് ഉണ്ട് സെറ്റ് സീസ് നോട്ട് എ പ്രോമിസ് പറഞ്ഞ അതിലും നമ്മൾ അടിപൊളിയായിട്ട് തന്നെയാണ് ലൈറ്റും കാര്യങ്ങളും ചെയ്തത്. അപ്പൊ ഇതൊക്കെ ചെയ്തത് ഋഷ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പോ എനിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിരിക്കില്ല. അപ്പൊ ഈ ക്യാമറ ചെയ്യുന്ന ഋഷി തന്നെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് അവർക്ക് ഡയറക്ഷൻ പോലെ ഒരു സംഭവമൊക്കെ പറഞ്ഞു കൊടുത്തത് ഋഷി തന്നെയാണ്. എല്ലാവർക്കും ഏകദേശം ഇവനെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ മറ്റേ കാസ്റ്റ് ഞാൻ മെയിനാണെങ്കിൽ അപ്പൊ തെറി കേട്ടാലും കേട്ടിരിക്കും പറഞ്ഞാലും ഫ്രണ്ട്ലിയാ അതല്ലേ പറ്റൂ. അപ്പൊ എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും സാധനം ഇറങ്ങും. അതെ, അതെ. അപ്പൊ നമുക്ക് അപ്പൊ കാണാം. അതെ. അപ്പൊ എല്ലാരും പറയണ്ടേ എന്താ പറയുന്നത്? അപ്പൊ എല്ലാരും റിലീസ് ആവുമ്പോ നമ്മുടെ ഹലോ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ പേജില് എല്ലാരും കയറി കാണണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യണം, കണ്ട് ഞങ്ങളുടെ സീരീസ് വിജയിപ്പിക്കുക. ലൈക്ക് സപ്പറക്കറ വേണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളെ ഫോളോ ചെയ്യണം.